ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഞ്ഞ ചോപ്പൻ പഴവവ്വാലിനെ പറ്റിയാണ്. മഞ്ഞ ചുവപ്പ് വർണ്ണമുള്ള പഴവവ്വാലിൻ്റെ ശാസ്ത്രീയ നാമം പെട്രോപ്പസ് ജിജിൻഡിയസ് എന്നാണ്. പെട്രോപോഡിഡേ കുടുംബത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ വവ്വാലുകൾ. ഇവയ്ക്ക് ഫ്ലൈയിങ് ഫോക്സ്, ഇന്ത്യൻ ഫലവവ്വാൽ എന്നും പേരുണ്ട്. ശരീരത്തിൽ മഞ്ഞ ചുവപ്പ് കലർന്ന മൃദുവായ രോമങ്ങൾ ആണ് ഉള്ളത്. മഞ്ഞ ചോപ്പൻ വവ്വാലുകൾക്ക് ഇവയുടെ മുഖം കുറുക്കനെ പോലെ ആയതുകൊണ്ടാണ് ഫ്ലൈയിങ് ഫോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഞ്ഞ ചോപ്പൻ പഴവവ്വാലുകളുടെ ചിറക് വിരിച്ചാൽ 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വിസ്താരമുണ്ടായിരിക്കും. ഈ വവ്വാലുകളുടെ തലയും കഴുത്തും തിളക്കമുള്ള മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്താൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും ഫലഭക്ഷിയായ ഈ വവ്വാലുകളുടെ ആഹാരം മാങ്ങ, പേരക്ക, വാഴപ്പഴം, പനമ്പഴം, അത്തിപ്പഴം എന്നിവയും പൂക്കളിലെ നീത്തീൻ എന്നതും ഇവർ ആഹാരമായി കഴിക്കുന്നു. വിത്തുകൾ പരത്തുന്നതിനാൽ വന സംരക്ഷണത്തിന് വളരെ പ്രധാനമാണ്. പഴവവ്വാലുകൾ രാത്രി സമയങ്ങളിൽ ആണ് സജീവമാകാറുള്ളത്. പകൽ സമയങ്ങളിൽ വലിയ മരങ്ങളിൽ കൂട്ടമായി തൂങ്ങി കിടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരേ മരത്തിൽ നൂറുകളോ ആയിരങ്ങളോ വവ്വാലുകൾ താമസിക്കാറുണ്ട്. പെൺവവ്വാൽ സാധാരണ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഗർഭിണിയാകുന്നു. ഇവയുടെ ഗർഭകാലം 4-5 മാസമാണ്. ഒരു സമയം ഒരു കുഞ്ഞാണ് ജനിക്കാറുള്ളത്. കുഞ്ഞ് ജനിച്ച ഉടൻ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് പിടിച്ച് തൂങ്ങുന്നു. കുറച്ച് ആഴ്ചകൾക്ക് അമ്മ പാലിൽ ഇവർ വളരുന്നു. 2-3 മാസം കഴിഞ്ഞ് ഇങ്ങനെ ജനിച്ച ഇവയുടെ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കുന്നു. പിന്നെ സ്വയം ഫലങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുന്നു. 1.5-2 വർഷത്തിന് ശേഷം പഴവവ്വാൽ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുന്നു. വിത്ത് പരത്തൽ കൊണ്ടും പൂക്കളുടെ പരാഗണവും വന വികസനവും ഈ വവ്വാൽ മുഖാന്തരം ഉളവാകുന്നു. പൂർണ്ണ വളർച്ച നേടിയ ശേഷം പ്രജനനം ആരംഭിക്കും. വീണ്ടും പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഇടയാകുന്നു. ഈ മഞ്ഞ ചുവപ്പൻ പഴവവ്വാൽ 15 മുതൽ 25 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.